Dear students, നമ്മൾ ഡെഫിനീഷൻ ആൻഡ് യൂണിറ്റ്സ് എന്ന് പറയുന്ന പാഠമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ബലം, അതുപോലെ തന്നെ വർക്ക്, പിന്നീട് ശക്തി അഥവാ പവർ തുടങ്ങിയ കാര്യങ്ങളാണ് പഠിച്ചത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എനർജി അഥവാ ഊർജം എന്ന് പറയുന്നതിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇതിന് മുന്നേ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യണം. ഓക്കെ, ഇത് കൂടുതൽ റിവൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിൽ ബൈഹാർട്ടാവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ യൂണിറ്റ്സും കാര്യങ്ങളെല്ലാം നമ്മൾ വീണ്ടും വീഡിയോയിൽ ആവർത്തിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ട് പഠിച്ചത് ബലമായിരുന്നു അഥവാ ഫോഴ്സ് കാണുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ വഴിയാണ്. ബലത്തിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. അതിൻ്റെ CGS യൂണിറ്റ് എന്ന് പറയുന്നത് ഡൈൻ ആണ്. പിന്നീട് നമ്മൾ പഠിച്ച പ്രവൃത്തി അഥവാ വർക്ക് കാണുന്നതിനുള്ള ഇക്വേഷൻ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. വർക്കിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്ററോ അല്ലെങ്കിൽ ജൂളോ ആണ്. വർക്കിൻ്റെ CGS യൂണിറ്റ് എന്ന് പറയുന്നത് എർഗാണ്. പിന്നീട് നമ്മൾ പഠിച്ചത് പവറാണ്. പവർ അഥവാ ശക്തി. പവർ എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയുടെ നിരക്കിനെയാണ് നമ്മൾ പവർ എന്ന് പറയുക. പവർ ഈസ് ഈക്വൽ ടു വർക്ക് ഡിവൈഡഡ് ബൈ സമയമാണ്. പവറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ പെർ സെക്കൻഡോ അല്ലെങ്കിൽ വാട്ടോ ആണ്. വാട്ട് അളക്കുന്നതിനുള്ള മെഷീനാണ് വാട്ട് മീറ്റർ. 746 വാട്ട് ചേർന്നാലാണ് ഒരു ഹോഴ്സ് പവർ ഉണ്ടാകുന്നത്. ഒരു വാട്ട് ഈക്വൽ ടു ഒരു ജൂൾ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിന് മുന്നേയുള്ള വീഡിയോയിൽ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എനർജീനെ കുറിച്ചിട്ടാണ്. നമുക്ക് നോക്കാം എന്താണ് അതിൻ്റെ ഡെഫിനീഷനും കാര്യങ്ങളൊക്കെ. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് എനർജി, അല്ലേ? പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഇംഗ്ലീഷ് വർക്കാണ്. ഒരു വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു എനർജി വേണം, അല്ലെങ്കിൽ ഒരു ഊർജ്ജം വേണം. അത്രേ ഉള്ളൂ. അപ്പോൾ പ്രവൃത്തി ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യാനുള്ള നമ്മുടെ ഒരു എനർജീനെ അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്യാനുള്ള ഒരു കഴിവാണെന്ത്? ഈ എനർജി അല്ലെങ്കിൽ ഊർജ്ജം എന്ന് പറയുന്നത്. വിവിധ രൂപങ്ങളിലുള്ള എനർജികളുണ്ട്. എനർജി ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാം. ഒരു ജനറേറ്ററിൽ മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായി മാറ്റപ്പെടുമ്പോൾ മോട്ടോറിൽ ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജിയായി മാറ്റപ്പെടുന്നു. ഓക്കെ, അതായത് നമുക്കൊരു വർക്ക് ചെയ്യണം അല്ലെങ്കിൽ നമുക്കൊരു പ്രവൃത്തി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു കഴിവിനെ പറയുന്ന പേരാണ് ഊർജ്ജം അല്ലെങ്കിൽ എനർജി എന്നുള്ളത്, അല്ലേ? എനർജി ഉണ്ടെങ്കിൽ നമുക്കൊരു വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ എനർജീൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും, അല്ലേ? ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റിയെടുക്കാൻ സാധിക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ജനറേറ്റർ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ കറണ്ടൊക്കെ പോകുമ്പോൾ അത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ജനറേറ്റർ, നല്ല സൗണ്ടിൽ ഡീസൽ ഒഴിച്ചിട്ടുള്ള ജനറേറ്ററും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. കറണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാണ്? ഈ ഒരു ജനറേറ്റർ നമ്മുടെ മെക്കാനിക്കൽ എനർജീനെ, അല്ലേ, ആ ഒരു മെക്കാനിക്കൽ എനർജീനെ എന്താക്കി മാറ്റുകയാണ്? ഇലക്ട്രിക്കൽ എനർജി ആക്കിയിട്ട് മാറ്റുകയാണ്, അല്ലേ? അവിടെ കറണ്ട് വരുത്തിക്കുകയാണ് ജനറേറ്റർ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മോട്ടോറിൽ എന്താണ് നടക്കുന്നത്? നേരെ തിരിച്ചാണ്. മോട്ടോറിൽ കറണ്ട് നമ്മൾ സ്വിച്ച് ഇടുമ്പോഴാണ് മോട്ടോർ പ്രവർത്തിക്കുന്നത്, അല്ലേ? ഇലക്ട്രിക്കൽ എനർജീനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറ്റുകയാണ് ഇത് നമ്മുടെ മോട്ടോറിൽ നടക്കുന്ന പരിവർത്തനം എന്ന് പറഞ്ഞാൽ. അത് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചെന്നുള്ളൂ. എനർജി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ജസ്റ്റ് ഒരു സൂചന തന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താണ് എനർജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. ജൂളാണ് എനർജിയുടെ യൂണിറ്റ്. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ള ആളാണ് ഈ ജൂൾ എന്ന് പറയുന്നത്, അല്ലേ? ജൂളാണ് എന്ത്? എനർജിയുടെ യൂണിറ്റ്. ഒരു വാട്ട് ഒരു സെക്കൻഡിന് തുല്യമാണ്. ജൂൾ അഥവാ വാട്ട് സെക്കൻഡ്. ജൂളോ അല്ലെങ്കിൽ വാട്ട് സെക്കൻഡോ ആണ് എന്ത്? നമ്മുടെ എനർജിയുടെ യൂണിറ്റ്. നമ്മൾ ഇതിന് മുന്നേ പ്രവൃത്തി പഠിച്ചപ്പോഴും അതിൻ്റെ യൂണിറ്റ് എന്തായിരുന്നു? ജൂളായിരുന്നു. ഓക്കെ, അപ്പോൾ എനർജിയുടെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഒന്നെങ്കിൽ ജൂൾ എന്ന് പഠിക്കുക, അല്ലെങ്കിൽ എന്താണ്? വാട്ട് സെക്കൻഡ്. അത് രണ്ടുമാണ് എന്ത്? നമ്മുടെ എനർജിയുടെ യൂണിറ്റ്. പിന്നെ നമ്മൾ നോക്കേണ്ടത് എനർജിയുടെ വലിയ വ്യാവസായിക ആവശ്യങ്ങൾക്കൊക്കെ എനർജി അളക്കുന്നത് വാട്ട് ഹവറിലാണ്. അതായത് കിലോ വാട്ട് ഹവർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. കിലോ വാട്ട് ഹവർ. അതായത് നമ്മൾ ചെറിയ കാര്യങ്ങളാണ് ഈ ജൂളിലൊക്കെ പറയുക. അപ്പോൾ ഒരു വലിയ എനർജിയുടെ വ്യാവസായിക ആവശ്യങ്ങൾക്കൊക്കെ വലിയ അളവിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? കിലോ വാട്ട് ഹവർ. വാട്ട് 1000 വാട്ടാണ് ഒരു കിലോ വാട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 1000 കിലോ വാട്ടാണ് എന്ത്?
1 കിലോ വാട്ട്. അപ്പോൾ എനർജിയുടെ യൂണിറ്റ് എന്താണ്? കിലോ വാട്ട് ഹവർ. വലിയ വലിയ ആവശ്യങ്ങൾക്ക്, വ്യാവസായിക ആവശ്യങ്ങൾക്കാണെങ്കിൽ കിലോ വാട്ട് ഹവർ എന്നാണ് നമ്മൾ സൂചിപ്പിക്കുക. ഓക്കെ. അപ്പോൾ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എനർജി എന്ന് പറയുക. വിവിധ രൂപത്തിലുള്ള എനർജികളുണ്ട്. എനർജീനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുവാൻ സാധിക്കും. മെക്കാനിക്കൽ എനർജീനെ വേണമെങ്കിൽ നമുക്ക് ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റാം. ഇലക്ട്രിക്കൽ എനർജിയെ നമുക്ക് വേണമെങ്കിൽ മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റാം. അങ്ങനെയെല്ലാം ചെയ്യാം. ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ അല്ലെങ്കിൽ വാട്ട് സെക്കൻഡ് ആണ്. എനർജിയുടെ വ്യാവസായിക യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിലോ വാട്ട് ഹവർ ആണ്. ഓക്കെ, വ്യാവസായിക യൂണിറ്റ് കിലോ വാട്ട് ഹവർ ആണ്. ഓക്കെ. ഇനി നമുക്ക് എനർജി എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ളത് ഒരുപാട് ടൈപ്പ് ഓഫ് എനർജികളുണ്ട്. മെക്കാനിക്കൽ എനർജി, കെമിക്കൽ എനർജി, ഇലക്ട്രിക്കൽ എനർജി, അത്തരം കാര്യങ്ങളും പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ എനർജിയുടെ രൂപമാറ്റം, ഒരു മേഖലയിൽ നിന്നും മറ്റൊരു മേഖലയിലേക്ക് എനർജീനെ കൺവേർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നമുക്ക് എനർജി എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.